നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന വിഷയം നിങ്ങളുടെ ഏതെങ്കിലും ഇൻ്റലക്ച്വൽ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻ്റലക്ച്വൽ കോപ്പിറൈറ്റ് ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അതിന് എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും? നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വേറെ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ അതിന് എതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ്. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കോപ്പിറൈറ്റ് ആക്ട് അനുസരിച്ച് അത് ഒറിജിനലാണോ എന്ന് പരിശോധിക്കുകയാണ്. രജിസ്ട്രേഷൻ അത് മാൻഡേറ്ററി അല്ല, പക്ഷേ അത് ഒരു കോപ്പിറൈറ്റ് സർട്ടിഫിക്കറ്റ് ഉള്ള നിങ്ങളുടെ കേസിന് ഒന്നുകൂടെ ശക്തിപ്പെടുത്തും. അത് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അതിൻ്റെ ഡ്രാഫ്റ്റുകൾ, പിന്നെ ടൈം സ്റ്റാമ്പ്സ്, അത് ഏത് സമയത്താണ് നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഇന്ന സമയത്ത് ചെയ്തു ഇന്ന സമയത്ത് സേവ് ചെയ്ത് വെച്ച് അതിൻ്റെ ഒരു ടൈം സ്റ്റാമ്പൊക്കെ കാണുമല്ലോ, അത്, പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ആരാണ് നിങ്ങളുടെ കോപ്പിറൈറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇൻഫ്രിഞ്ച് ചെയ്തത്, അവരുടെ ആ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച് അവരുടെ സ്ക്രീൻഷോട്ടുകൾ, അവരുടെ ഇപ്പോൾ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ ഇപ്പോൾ പുസ്തകമാണെങ്കിൽ അങ്ങനെ അതെല്ലാം അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുക, അതിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ കോപ്പീസൊക്കെ ശേഖരിക്കുക. പിന്നെ നിങ്ങൾക്കത് എന്തുമാത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ തെളിവുകൾ, നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾക്ക് നിങ്ങളുടെ വരവ് കുറഞ്ഞത്, നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ പേരിനുണ്ടായ ഇഞ്ചുറി, അതിനെപ്പറ്റിയൊക്കെയുള്ള ഡാമേജുകളുടെ തെളിവുകൾ ശേഖരിക്കുക. അതിനുശേഷം ഒരു അഡ്വക്കേറ്റ് നോട്ടീസ് അയക്കുക എന്നുള്ളതാണ്. ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പിറൈറ്റിനെ ഹനിക്കുന്ന കണ്ടൻറ്റുകളെല്ലാം നീക്കം ചെയ്യണമെന്നും, പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടപരിഹാരത്തിന് കോമ്പൻസേഷൻ തരണമെന്നും, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതും കാണിച്ച് ഒരു വക്കീൽ നോട്ടീസ് അയക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. അതിനുശേഷം ഒരു സിവിൽ ലോസ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ്. ആദ്യമായി സിവിൽ ലോസ്യൂട്ട് ഫയൽ ചെയ്യുന്നതിനോടൊപ്പം പ്രാഥമിക നടപടിയായിട്ട് ഒരു ഇൻജങ്ഷൻ ഇമ്മീഡിയറ്റായിട്ട് ഈ കോപ്പിറൈറ്റ്, ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത് നിർത്തിവെക്കണം. ഒരു ഇൻജങ്ഷൻ വാങ്ങാവുന്നതാണ് കോടതിയിലെ പ്രാഥമിക നടപടിയായിട്ട്. അതിനുശേഷം പെർമനൻറ്റ് ഇൻജങ്ഷന് കേസ് ഫയൽ ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് കോമ്പൻസേഷൻ അതിന് ആവശ്യപ്പെടുക, പിന്നെ അവരുടെ ഈ ഇങ്ങനെ നിർമ്മിച്ച നിങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കോപ്പി ചെയ്ത് നിർമ്മിച്ച ആ പ്രൊഡക്റ്റുകളെല്ലാം നശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നത് 20 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ ഫയൽ ചെയ്യാവുന്നതാണ്. 20 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഹൈക്കോർട്ടിൽ ഫയൽ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 3 വർഷത്തിനകം തന്നെ ഈ ഇൻഫ്രിഞ്ച്മെൻറ്റ് നടക്കുന്ന എപ്പോഴാണോ അപ്പോൾ മുതൽ 3 വർഷത്തിനകം കേസ് ഫയൽ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ക്രിമിനൽ കംപ്ലൈൻറ്റും ഫയൽ ചെയ്യാവുന്നതാണ്. അത് ഗുരുതരമായ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ 6 മാസം മുതൽ 3 വർഷം വരെ തടവും ഫൈനും ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. പോലീസ് കംപ്ലൈൻറ്റ് എടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വെബ്സൈറ്റിൽ കണ്ടൻറ്റുകളിൽ പ്രൈവസി
ഇങ്ങനെ കോപ്പിറൈറ്റ് ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് IT ആക്ട് അനുസരിച്ച് നടപടിയെടുക്കാവുന്നതാണ്. പിന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് ടൂൾസ് ഉണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന അത് ഉപയോഗിച്ച് ഈ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ്. പിന്നെ ഇത് മീഡിയേഷൻ വഴി ഇത് പരിഹരിക്കാവുന്നതാണ്. അതിനുള്ള നടപടികളും സ്വീകരിക്കാവുന്നതാണ്. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ.